ഭാഗവതം ക്യാൻഡോ 2 ചാപ്റ്റർ 2. ഭാഗവതം സ്കന്ധം 2 അധ്യായം 2. ശ്രീശുക ഉവാച ഏവം പുരാ ധാരണയാത്മയോ നിർനഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാത് തഥാ സസർജേതമമോഘദൃഷ്ടിർയഥാപ്യയാത്രാവ്യവസായ ബുദ്ധിഃ ശാബ്ദസ്യ ഹി ബ്രഹ്മണ യേശപന്ഥായന്നാമഭിർധ്യായതി ധീരപാർത്ഥൈഃ പരിഭ്രമംസ്തത്ര ന വിന്ദതേർത്ഥാൻ മായാമയേ വാസനയാശയാനഃ അദ കവിർനാമസു യാവദർത്ഥസ്യാദ പ്രമത്തോ വ്യവസായ ബുദ്ധിഃ സിദ്ധ്യേന്യഥാർത്ഥേന യതേത തത്ര പരിശ്രമം തത്ര സമീക്ഷമാണഃ സത്യാംക്ഷിതൗ കിം കശിപോ പ്രയാസൈർബാഹൗ സ്വസിദ്ധ്യേ ഹ്യുപബർഹണൈ കിം സത്യഞ്ജലൗ കിം പുരുധാന്നപാത്ര്യാ ദിഗ്വൽക്കലാദൗ സതി കിം ദുകൂലൈഃ ചീരാണി കിം പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാംഘ്രിപാക് പരഭൃതഃ സരിതോപ്യശുഷ്യൻ രുദ്ധാഗുഹാ കിമജിതോ വദിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്താൻ ഏവം സ്വചിത്തേ സ്വതയേവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ദഃ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതുപരമശ്ച യത്ര കസ്താം ത്വനാദൃത്യ പരാനുചിന്താമൃതേ പശൂന സദീം നാമയുഞ്ജ്യാത് പശ്യഞ്ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാഞ്ജുഷാണം കേചിത്സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരതാംഗശംഖഗദാധരം ധാരണയാ സ്മരന്തി പ്രസന്നവക്ത്രം നളിനായത്തെ ക്ഷണം കദംബകിഞ്ചൽ കപിശങ്കവാസസം ലസന്മഹാരത്ന ഹിരൺമയാംഗദം സ്ഫുരന്മഹാരത്ന കിരീടകുണ്ടലം ഉന്നിദ്രഹൃത്പങ്കജകർണികാലയേ യോഗേശ്വരാസ്ഥാപിതപാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ധരമമ്ലാനലക്ഷ്മ്യാ വനമാലയാചിതം വിഭൂഷിതം മേഖലയാംഗുലീയകൈർമഹാധനൈർനോപുരകങ്കണാദിഭിः സ്നിഗ്ധാമലാകുഞ്ചിതനീലകുന്തളൈർവിരോജമാനാനനഹാസപേശലം അദീനലീലാഹസിദേക്ഷണോല്ലസദ്ഭ്രൂഭംഗസംസൂജിതഭൂര്യനുഗ്രഹം ഈക്ഷേദചിന്താമയമേനമീശ്വരം യാവന്മനോധാരണയാവതിഷ്ഠതേ ഏകൈകശോങ്കാനി ധിയാനുഭാവയേത്പാദാദിയാവദ്ധസിതം ഗദാഭൃതഃ ജിതം ജിതം സ്ഥാനമബോഹ്യധാരയേത് പരം പരം ശുദ്ധ്യതി ധീര്യതാ യഥാ യാവന്ന ജായേത പരാവരേസ്മിന്നിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗഃ താവത്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. അടുത്ത ശ്ലോകത്തിൽ അക്ഷരങ്ങൾ 12, 11, 12, 11. സ്ഥിരം സുഖം ശാസനമാശ്രിതോ യതിര്യദാജിഹാസുരിമമംഗലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണം നിയച്ഛേന്മനസാ ജിതാസുഃ. 16-ാമത്തെ ശ്ലോകത്തിൽ അക്ഷരങ്ങൾ 11, 12, 11, 11.
മനസ്വബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞയേതാം നിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യ ധീരോ ലബ്ധോപശാന്തിർവിരമേധകൃത്യാത്. അടുത്ത ശ്ലോകത്തിൽ അക്ഷരങ്ങൾ 12, 12, 11, 11. നയത്ര കാലോ നിമിഷാം പരപ്രഭു കുതോനു ദേവാ ജഗതാം യ ഈശിരേ നയത്ര സത്വം ന രജസ്തമശ്ച ന വൈവികാരോ ന മഹാൻ പ്രധാനം. അടുത്ത ശ്ലോകത്തിൽ എല്ലാ പാദങ്ങളിലും അക്ഷരങ്ങൾ 12. പരം പദം വൈഷ്ണവമാമനന്തി തദ്യന്നേദിനേദീത്യദുത്സിതൃക്ഷവഃ വിസൃജ്യ ദൗരാമ്യമനന്യ സൗഹൃദാ ഹൃതോ ബഗുഹ്യാർഹപദം പദേ പദേ. അടുത്തത് ഉപജാതി എന്ന 12 അക്ഷരത്തിന്റെ ശ്ലോകം. ഇത്തം മുനിസ്തൂപരമേദ്യവസ്ഥിതോ വിജ്ഞാനദൃഗ്വീര്യസുരന്ധിതാശയഃ സ്വപാസ്മിനാ പീഡ്യഗുദം തതോ നിലം സ്ഥാനേഷു ഷട്സൂന്നമയേജ്ജിതക്ലമഃ. അടുത്തത് 11, 12, 11, 11. നാഭ്യാം സ്ഥിതം ഹൃദ്യതിരോപ്യ തസ്മാദുദാനഗത്യോരസിതം നയേന്മുനിഃ തദോനുസന്ധായ ധിയാ മനസ്വീ സ്വദാലുമൂലം ശനകൈർനയേത. ശ്ലോകം 21 അക്ഷരങ്ങൾ 11, 11, 11, 12. തസ്മാദ്ഭുവോരന്തരമുന്നയേത നിരുദ്ധ സപ്തായതനോനപേക്ഷഃ ഹിത്വാ മുഹൂർത്താർത്ഥമകുണ്ഠദൃഷ്ടിർനിർഭിദ്യമൂർധൻ വിസൃജേത് പരം ഗതഃ. ഇനിയെല്ലാം 11 അക്ഷരങ്ങൾ തന്നെ. യദി പ്രയാസ്യൻ നൃപപാരമേഷ്ട്യം വൈകായസാനാമുദയദ്വിഹാരം അഷ്ടാധിപത്യം ഗുണസന്നിവായേ സഹൈവ ഗച്ഛേന്മനസേന്ദ്രിയൈശ്ച യോഗേശ്വരാണാം ഗതിമാഹുരന്തർബഹിസ്ത്രിലോക്യാത് പവനാന്തരാത്മനാം ന കർമ്മഭിസ്താം ഗതിമാപ്നുവന്തി വിദ്യാതപോ യോഗസമാധിഭാജാം വൈശ്വാനരം വ്യാധിവിഹായ സാഗത സുഷുമ്നയാ ബ്രഹ്മപദേന ശോചിഷാ വിദൂതകൽക്കോധഹരേരുദസ്താത് പ്രയാതി ചക്രം നൃപശൈശുമാരം തദ്വിശ്വനാഭിം ത്വതിവർത്യ വിഷ്ണോരണീയസാ വിരജേനാത്മനൈകഃ നമസ്കൃതം ബ്രഹ്മവിദാമുപൈതി കൽപായുഷോ യദ്വിബുധാരമന്തി. അതോ അനന്തസ്യ മുഖാനലേന ദന്തഹ്യമാനം സനിരീക്ഷ്യ വിശ്വം നിർയാതി സിദ്ധേശ്വര ജൂഷ്ടധിഷ്ണ്യം യദ്വൈ പരാർധ്യം തദുപാരമേഷ്ട്യം ന യത്ര ശോകോ ന ജരാ ന മൃത്യുർനാർത്തിർന ചോദ്വേഗഹൃദേ കുതശ്ചിത് യച്ചിത്തദോധ കൃപയാനിദം വിദാം ദുരന്ത ദുഃഖ പ്രഭവാനുദർശനാത് തദോ വിശേഷം പ്രതിപദ്യ നിർഭയസ്തേനാത്മനാവോ നലമൂർത്തിരത്വരൻ ജ്യോതിർമയോ വായുമുപേത്യ കാലേ വായുആത്മനാകം ബൃഹദാത്മലിംഗം പ്രാണേന ഗന്ധം രസനേന വൈരസം രൂപം തു ദൃഷ്ട്യാ ശ്വസനം ത്വചൈവ ശ്രോത്രേണ ചോപേത്യ നഭോ ഗുണത്വം പ്രാണേന ചാഗൂതിമുപൈതി യോഗി
सबूतसूक्ष्मेन्द्रियसन्निकर्षं मनोमयं देवमयं विकार्यं संसाद्यगत्या सहतेन यादि विज्ञानतत्त्वं गुणसन्निरोधम् तेनात्मनात्मानमुपैति शान्तमानन्दमानन्दमयोऽवसाने येदां गतिं भागवतीं गतो यः स वै पुनर्नेह विसज्जतेऽङ्ग ये ते श्रुतीते नृपवेदगीते त्वयाभिपृष्टेह सनातने च ये वै पुरा ब्रह्मण आह पृष्ठ आराधितो ഭഗവാൻ വാസുദേവഃ. ഇനി അനുഷ്ടുപ് ഛന്ദസ്സുകൾ. നശ്യതോന്യ ശിവപന്ഥാ വിശദ സംസ്കൃതാവിഹ വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യതോ ഭവേത് ഭഗവാൻ ബ്രഹ്മകാജ്ഞേന ത്രിരഗ്നിക്ഷ്യ മനീഷയാ തദധ്യവസ്യത്കൂടസ്ഥോ രതിരാത്മന്യതോ ഭവേത് ഭഗവാൻ സർവഭൂതേഷു ലക്ഷ്യത സ്വാത്മനാ ഹരിഃ ദൃശ്യൈർബുദ്ധ്യാദിഭിർദ്രഷ്ടാ ലക്ഷണൈരനുമാപകൈഃ തസ്മാത് സർവാത്മനാ രാജൻ ഹരിഃ സർവത്ര സർവദാ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണാം. അടുത്തത് എല്ലാ പാദങ്ങളിലും 13 അക്ഷരങ്ങൾ. പിബന്തിയേ ഭഗവത ആത്മനഃസദാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തി തേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പുരുഷസംസ്ഥാനവർണ്ണനം നാമ ദ്വിതീയോऽധ്യായഃ.